ഒരു 2 ആഴ്ചത്തോളമായി നമ്മൾ ഈ വീട് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിപ്പ് ആരംഭിച്ചിട്ട്. ഇന്നും അതിനു വേണ്ടി തന്നെ ആട്ടോ. ഇന്നും വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി. കുഞ്ഞൻ വരുന്ന വഴിക്ക് അങ്ങ് വരാമെന്ന് പറഞ്ഞിട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്, കുഞ്ഞൻ ജോലി ചെയ്യുന്നിടത്തോട്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് അവിടെ 1-2 അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ അവിടെ വിളിച്ചിട്ട് ഒരു ചേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതുകൊണ്ട് കുഞ്ഞൻ പറഞ്ഞു കരിക്കോട് ഒരു വീടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു കല്ലും താഴത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കരിക്കോടോട്ട് പോകുക കേട്ടോ. പോയപ്പോൾ കുറേ അങ്ങ് ഉള്ളിലോട്ടായിരുന്നു കേട്ടോ പോയത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കണ്ട വീടാണെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടുള്ളൊരു വീടായിരുന്നു ഇതായിട്ടോ. പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പോഴും പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ പണിയുണ്ടെന്നാട്ടോ പറഞ്ഞത്. ഇതൊരു ബെഡ്റൂം, പിന്നെ ഒരു കോമൺ ബാത്റൂം ഒരെണ്ണമുണ്ട്. അതാണെങ്കിൽ യൂറോപ്യനല്ല, മറ്റേ ഇന്ത്യൻ ക്ലോസറ്റാണ്. കുഞ്ഞനാണെങ്കിൽ അത് പറ്റത്തുമില്ല കേട്ടോ. പിന്നെ ഇതും ഒരു ബെഡ്റൂം ആട്ടോ. ഇതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്, പിന്നെ കിച്ചണുണ്ട്. പിന്നെ നമുക്ക് ഈ പുകയില്ലാത്ത അടുപ്പാന്ന് തോന്നുന്നു കേട്ടോ ഒരെണ്ണം വെച്ചേക്കുന്നത്. അതൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞൻ അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. ആൾക്ക് പിന്നെ ദൂരെ കൂടുതലും ഉണ്ട്, ജോലി ചെയ്യുന്നിടത്തുനിന്ന് കുറച്ചിങ്ങനെ ഉള്ളിലോട്ട് വരണമല്ലോ. അതുകൊണ്ട് പിന്നെ ആളങ്ങ് മനസ്സ് മടിച്ചു, നമുക്കിത് ശരിയാവത്തില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ 2 നില വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഞങ്ങൾ കയറിയില്ല. റെൻറ്റ് അല്പം കൂടുതലാണ്, അവർ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നു. പിന്നെ നമ്മളിപ്പോൾ 20-ന് മുകളിൽ വീട് കണ്ടു കാണും കേട്ടോ. ഇപ്പോൾ അതിൽ കുറേ വീടുകളൊക്കെ ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കുറേ ഫാമിലി മെമ്പർ പറഞ്ഞായിരുന്നു നമുക്കും ഇതുകൊണ്ട് വീട് നോക്കുകയാണ്, ഒന്നും ശരിയാവുന്നില്ലെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും വീടൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾ നമ്പർ തരാം. അതായിട്ട് നമ്മളെ കൊണ്ടുപോയി കാണിച്ച ചേട്ടന്മാരുടെയൊക്കെ നമ്പർ നമ്മളുടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഹെൽത്തിൻ്റെയൊക്കെ പ്രശ്നം വെച്ചിട്ടാണ് മിക്ക വീഡിയോകളും എടുക്കും. വഴിയുടെ സൗകര്യവും കാറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കയറിപ്പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ പിന്നെ നോക്കാതിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു ഫ്ലാറ്റ് നോക്കാൻ വേണ്ടി വന്നു. ഫസ്റ്റ് ഫ്ലോർ ആണ്. അവിടെ ഞാൻ കയറിപ്പോയി നോക്കി. എനിക്ക് പക്ഷേ പുറമേ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുഞ്ഞിന് കയറാൻ പറ്റുമോ ഇല്ലയോ നോക്കിയിട്ട് അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ കയറാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാറ് തിരിച്ചപ്പോൾ ആൾക്ക് കാർ അങ്ങോട്ട് തിരിഞ്ഞ് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. എല്ലാ ദിവസവും ആകുമ്പോൾ കാലിന് നല്ല ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് അത് പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ വേറെടുത്ത് വന്നു. ഇവിടെ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഓക്കെയാണ്. വഴിയുടെ സൗകര്യമാണെങ്കിലും എല്ലാം ഓക്കെയാണ്. അടിപൊളി വീടാണ് കേട്ടോ. 2 ബെഡ്റൂം, 2 അറ്റാച്ച്ഡ് ബാത്റൂം, ഹോള്, കിച്ചണായിരുന്നു. കിച്ചണാണെങ്കിൽ നമുക്ക് മോഡേൺ കിച്ചൺ ഉണ്ടല്ലോ ഇപ്പോഴത്തെ, അത് ആ ഒരു ടൈപ്പായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന് നോക്കിയതാണ് കുഞ്ഞിന് പറ്റുമെങ്കിൽ കയറാമെന്നും പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ചിന്തിച്ചപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കയറി ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നു കഴിഞ്ഞ് സ്റ്റെപ്പ് കയറരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ല. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാകും. നമുക്ക് പെട്ടെന്ന് അവിടെ നിന്നൊന്നും മാറാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ എന്തോ എനിക്കത് വിട്ടുകളയാനേ തോന്നിയില്ല, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അയ്യോ നമുക്ക് ആ വീട് എടുക്കാമെന്ന് കുഞ്ഞനായിരുന്നു കേട്ടോ ഭയങ്കര നിർബന്ധം. ഞാൻ പിന്നെ പറഞ്ഞു വേണ്ട, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ പിന്നെ പാടാണ്, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഇതാണെങ്കിൽ നമുക്ക് റെൻറ്റിൻ്റെ കാര്യത്തിലും ഓക്കെയാണ്, എല്ലാം കൊണ്ട് നമുക്ക് ഓക്കെ ആയൊരു വീടായിരുന്നു. പക്ഷേ എന്താ ചെയ്യാനാ, നമുക്ക് അത് വിട്ട് കളഞ്ഞേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം എന്നും പറഞ്ഞ് അവിടെ ഞങ്ങൾ പിന്നെ ഇറങ്ങി തിരിച്ചു. പിന്നെ വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ഫുഡ് വാങ്ങിക്കാൻ കയറി. ഇനി വന്നിട്ട് നമ്മൾ ഫുഡ് വെപ്പും കാര്യങ്ങളൊന്നും നടക്കത്തില്ല, അത്രയ്ക്ക് നമുക്ക് തലവേദനയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ ഒരു കടയിൽ വെച്ചിട്ട് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ കണ്ട്, കുഞ്ഞൊരു മോളാട്ടോ. അവളോട് പിന്നെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ നിന്ന്. കുഞ്ഞു മക്കളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ വന്നിട്ട് എനിക്ക് വീട്ടിലൊരു പണിയുണ്ടായിരുന്നു. ഞാൻ സെറ്റും സാരിയും സെറ്റും ഉണ്ട്, ഒരു 4-5 ഉണ്ടായിരുന്നു. അത് ഞാൻ കഴുകിയിട്ടിട്ടാട്ടോ പോയത്. അങ്ങനെ അത് ഉണങ്ങി അങ്ങനെ എടുത്ത് ഇട്ടിട്ട് പോയി. മടക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. പിന്നെ വന്നിട്ട് കൈയോടെ അതൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെച്ച് പെട്ടിയിലാക്കി. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.